ബ്ലോഗ് ഓടിയാ അപ്പൊ ഇതിന് ഫുഡിലേക്ക് ബാക്കി കുറച്ച് പേര് വരാനുണ്ട്, കുറച്ച് ആളും കൂടി ഉണ്ട്. ചേട്ടൻ അവിടെ ഭയങ്കരമായിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി നല്ല സെറ്റപ്പാ. ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം കഴിച്ചില്ല ചേട്ടാ. ആരൊക്കെ വരും പ്രതീക്ഷ? ഗബ്രി ചേട്ടൻ വരുന്നുണ്ട്, ഇനി ജാസ്മിൻ ചേച്ചി ഉണ്ട്, റസ്മിൻ ചേച്ചി ഉണ്ട്. ഹാപ്പിയാണോ? ആ പിന്നെ ഹാപ്പി. ബ്ലോഗ് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ചാനലില്? 589. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇപ്പോ പേര് പറ. നന്ദോസ് വേൾഡ്. നന്ദോസ് വേൾഡ്. അതെന്താ പേരിടാലോ? വേറെ ആരുമില്ല വേൾഡില്? ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം മതി. എങ്ങനെയുണ്ടായി സെലിബ്രേഷൻ ഒക്കെ? എങ്ങനെയുണ്ട്? സെലിബ്രേഷൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സെലിബ്രേഷൻ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ. വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാരും പുറത്തു പോയി കഴിഞ്ഞിട്ട് ഒരു ഒത്തുകൂടൽ പെട്ടെന്ന്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത്രയും വലുതല്ലേ? വേറെ സാധനം വരുന്നുണ്ട്. എന്താ? സർപ്രൈസ്. 2 ദിവസം കൊണ്ട് നിങ്ങൾ അറിയും. വേറെ ഒത്തുകൂടലുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ആരും. അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അടിപൊളി. എന്താണ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. ബർത്ത്ഡേ അല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എല്ലാരും വരാനുണ്ടല്ലോ. ജാസ്മിനും റസ്മിനും ഗബ്രിയും ഒക്കെ ഓൺ ദ വേലാണ്. ജാൻമണി വരുന്നുണ്ട്, അവരൊക്കെ വരട്ടെ. എന്നിട്ട് നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം. ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയാ, പാവക്കുട്ടിയാണോ ഏഞ്ചലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ ഫിനാലെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എത്ര പോരെങ്കിലും പക്ഷേങ്കില് സിമ്പിൾ ആൻഡ് ഹംബിൾ ബ്യൂട്ടിഫുൾ. എനിക്ക് പ്രോഗ്രാം തുടങ്ങുന്ന പ്രോഗ്രാമില് MC എന്ന് പറയുന്നത് നന്ദനയാണ് ചെയ്യാൻ പോകുന്നത്. നന്ദനയാണ് ചെയ്യുന്നത്. MC എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചല്ല, മാസ്റ്റർ ഓഫ് സെറമണി. സെറമണി. കാരണം നമുക്കറിയാമല്ലോ, ഞാൻ അവിടെ ചെന്ന സമയത്ത് ചെല്ലുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല അപ്സരയുടെ കൂടെ നന്ദന എന്ന് പറയുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, തൃശ്ശൂർ ഭാഷ മനസ്സിലാവുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കണ്ട എന്റെ അനിയത്തിയായിട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ അവിടെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൾക്ക് ഒരു ആങ്കർ ആവണം, ഒരു ഇതാവണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ അത് അല്ല, ഇന്നൊരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, നന്ദനയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഷോകള് പ്രോഗ്രാം പ്രൊഡ്യൂസറായി ഇരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ ലാസ്റ്റ് ഷോയില് 3 വർഷം ചെയ്ത എലീന പഠിക്കലായിരുന്നു. നമുക്ക് എലീന പഠിക്കലിന് വെല്ലുന്ന ഒരു ആങ്കറെ കിട്ടുമെന്ന് നമുക്ക് അറിയണമല്ലോ. അതുക്കും മേലെ അത് ഇന്റർവ്യൂലല്ല സ്റ്റേജിൽ നമുക്ക് കാണണം. നമ്മൾ പറയുന്ന സാധനങ്ങൾ ചെയ്യുമോന്ന് അറിയണം. എങ്കിൽ എന്റെ അടുത്തൊരു വർക്കില് നമ്മൾ നന്ദനേനെ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഇനി ഇവിടെ ആങ്കർമാരായിട്ട് വന്നിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ കൈരളി ചാനലിലെ ആങ്കറായി വന്നിട്ടുള്ള ആളാണ് നയൻതാര. ആ സമയത്ത് ഞാൻ ജസ്റ്റ് നയൻതാര ആയിരുന്നു നയൻതാര. ഇപ്പോഴുള്ള മലയാള ടെലിവിഷനിലെ ആങ്കർമാരൊക്കെ പേളിമാണി, പിന്നെന്താണ് പറയാ, ഫ്ലവേഴ്സിൽ വന്ന ആങ്കർമാര്, മനോരമയിൽ വന്ന ആങ്കർമാരൊക്കെ നമ്മളുടെ ഷോകൾ. എന്റെ എല്ലാ പിൻതലമുറക്കാരിയാണ് നന്ദന. അല്ല, അങ്ങനെ ആവോന്ന് അറിയണം. എങ്കിൽ ഇന്നത്തെ ആങ്കറിംഗ് ഞാൻ നോക്കട്ടെ. വലിയ പ്രതീക്ഷ വേണ്ട, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഏത് ഷോ ഒരു അവസരം കൊടുത്തു നോക്കാണ്. ആവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡയറക്ടറുകളാണോ? ചാനലിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അതിന് പൈസ ചാനലാണ് പൈസ. ചാനലാണെങ്കിൽ അതോട് മുടിഞ്ഞു. അല്ല, പക്ഷേ സായി കൃഷ്ണന് പറ്റിപ്പോയൊരു അബദ്ധമുണ്ട്.
നമുക്ക് എപ്പോഴും ചളി പറയുന്ന ആങ്കർമാരാണ് ഇവിടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ളത്. ഇങ്ങോട്ട് വാ. അപ്പൊ ശരി. അല്ല, നിങ്ങൾ ഓർത്ത് നോക്കുക, അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം എന്താണ് പറയാ, ഒരിത്തിരിയൊക്കെ ചളി പറയുകയും കാര്യങ്ങൾ പറയുക, അല്ലാതെ നിവർന്നൊന്നും മറ്റേ പള്ളിയിൽ അച്ഛൻ സംസാരിക്കുന്ന പോലെ അടുത്തായി ഞാൻ ക്ഷണിക്കുന്നത് അപ്സരേനെയാണ് എന്ന് പറയുന്ന ആൾക്കാരെയൊന്നും വേണ്ട. കുറച്ച് പൊട്ടിയൊക്കെ ചിരിച്ച് കുറച്ച് ഇതായി കുറച്ച് എക്സൈറ്റ്മെന്റോട് കൂടി സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ്. അങ്ങനെയല്ല.